يا منكر الغوث أن الله علمنا أن الرسول ولي الناس لا تلومي ويرشد الله أن نأتوا إليه لكي يستغفر الله توابا لذي ظلمي والله أنبأنا في سورتي بقرة والله أنبأنا في سورتي بقرة والنور كيف ننادي سيد النسمي مولاي صل على من حل في خلدي. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني وكن غناي الذي ما بعده فلس وكن فكاكي من أغلال عصياني تحية الصمد المولى ورحمته ما غنت الورق في أوراق أغصاني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي وأنت وسيلتي يا نبي الله. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും ചരിത്ര ശകലങ്ങളും മഹാന്മാരായ സീറ രചയിതാക്കന്മാർ ക്രമീകരിച്ച തലത്തിൽ വളരെ ലളിതമായി അതിന്റെ അനാവരണം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിന്റെ ഒരധ്യായത്തോടും കൃത്യമായി കടപ്പാട് നിർവഹിക്കുവാൻ, അതിന്റെ വിശദമായ തലങ്ങളെ അർഹിക്കുന്ന വിധം അവതരിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിനു തന്നെ സാധ്യമല്ല എന്നാണ് ഓരോ നിമിഷവും നമുക്ക് ബോധ്യപ്പെടുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ ദിനരാത്രങ്ങൾ
അതിനിടയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഇടപെടലുകളും ഇടപാടുകളും മാനവിക ലോകത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറ്റം ചെയ്ത മഹിതമായ ദർശനങ്ങളും സന്ദേശങ്ങളും ഇതിനെയെല്ലാം അർഹിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിന് സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം സമ്മതിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും ചില ശകലങ്ങളെയും ലളിതവും പ്രാഥമികവുമായ ചില വായനകളെയും മാത്രമാണ് നമുക്കിവിടെ സമ്മാനിക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് ഇന്നു കടന്നു ചെന്നാൽ നാം സാക്ഷിയാകുന്ന മഹത്തായ സന്നിധാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്ത മദനി നിവാസികൾ മദീനയുടെ ആത്മീയമായ ഇടപെടലുകൾ, രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾ, ജൂതലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച സമീപനങ്ങൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്തും പ്രാഥമികമായി നാം വായിക്കുകയും വിലയിരുത്തുകയും ചെയ്തത്. ഇന്നിവിടെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ കടന്നുവന്ന വിശുദ്ധമായ മദീനയിലെ പവിത്രമായ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നമ്മെ സ്വീകരിക്കാനിരിക്കുന്നത്, ഇന്നത്തെ മദീനയിൽ അതിന്റെ ഭാഗങ്ങളായി എന്തൊക്കെ അവശേഷിക്കുന്നു, മദീനയിൽ പോകുന്ന ആളുകൾ അവിടെ ശ്രദ്ധിക്കുവാനും അവിടെ അറിയുവാനും എന്തൊക്കെയാണുള്ളത് തുടങ്ങിയുള്ള ചെറിയ കാര്യങ്ങളാണ് ഇന്ന് നാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അവരുടെ നാടാണ് മദീന. ജന്മദേശത്തെ ആളുകൾ ജീവാവകാശം നിഷേധിച്ചപ്പോൾ സ്വാഗതം ചെയ്യുകയും ആവശ്യമുള്ളതെല്ലാം നൽകുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചവർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മദീന നിവാസികളായ ആളുകൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരെ ഇഷ്ടം വെക്കുന്നവരെ ഞാൻ ഇഷ്ടം വെക്കുന്നു. അവരോട് ദേഷ്യം വെക്കുന്നവരോട് എനിക്കു ദേഷ്യമാണ്. അവരോട് അനിഷ്ടം കാണിക്കുന്നവർ എന്റെ അനിഷ്ടത്തിന് പാത്രീഭവിച്ചവരാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, കാനൂ കശ്ശിആരില്ലദീ യലിൽ ജസദ ബൈനമ النാസു കദ്ദിസാരില്ലദീ യകൂനു ഫൗഖഹ. അൻസാറുകളായ ആളുകൾ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന അകത്ത വസ്ത്രം പോലെയാണ്. എന്നോട് അടുത്തവരാണ്, എന്നോട് പ്രിയപ്പെട്ടവരാണ്. അവരെല്ലാവരും കശ്ശിആർ, ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന, ഒട്ടിപ്പിടിച്ച് കിടക്കുന്നവരാണ്. ബൈനമ النാസു കദ്ദിസാർ അല്ലദീ യകൂനു ഫൗഖഹ, ബാക്കിയുള്ള ജനങ്ങളെല്ലാം അതിന് മേലെയുള്ള വസ്ത്രം പോലെയാണ്. എന്റെ വിശ്വാസികളായ ആളുകളിൽ എന്നോട് തൊട്ടുരുമ്മി നിൽക്കുന്നവർ എന്റെ പ്രിയപ്പെട്ട അൻസാറുകളാണ്. ലൗലൽ ഹിജ്റതു ലകുൻതു റഅൻ മിനൽ അൻസാർ, ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാറുകളിൽ ഒരാളായി മാറുമായിരുന്നു. വലൗ സലക്കൻ നാസു വാദിയൻ ഔ ശഅബൻ ലസലക്തു വാദിയൽ അൻസാരി വശഅബഹാ. ആളുകളെല്ലാം താഴ്വരകളിലും മലഞ്ചെരിവുകളിലും പ്രവേശിച്ചാൽ ഞാൻ മദീനക്കാരായ അൻസാറുകളായ ആളുകളുടെ അടുക്കലേക്കാണ് കടക്കുക. അൽ അൻസാറു ശിആറുൻ വന്നാസു ദിസാർ. മറ്റുള്ള ജനങ്ങളെല്ലാം എന്റെ മേൽവസ്ത്രമാണെങ്കിൽ
എന്റെ പ്രിയപ്പെട്ട അൻസ്വാറുകൾ എന്റെ ശരീരത്തോട് തൊട്ടുരുമ്മിയ വസ്ത്രങ്ങളാണ്, എന്നോട് പ്രിയപ്പെട്ടവരാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആ അൻസ്വാറുകളുടെ മഹത്വം എണ്ണി പറഞ്ഞിട്ട് പിന്നീട് നമ്മോട് പറയുകയാണ്, എന്റെ അൻസ്വാറുകളെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെ വേദനിപ്പിക്കാൻ പാടില്ല, എന്റെ അൻസ്വാറുകളെ നൊമ്പരപ്പെടുത്താൻ പാടില്ല. ഞാൻ എന്റെ അൻസ്വാറുകളെ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അദ്ദുല്ലദീ അലൈഹിം വഅലൽ മുസ്ലിമീന അൻ യുഅദ്ദു അലൈഹിമുല്ലദീ ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്ത് ചെയ്തു, അൻസ്വാറുകളായ ആളുകൾക്ക് നൽകേണ്ടത് മുഴുവനും നൽകണം, അവരുടെ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും നിങ്ങൾ നൽകി പ്രിയപ്പെടുത്തണം. കാരണം എനിക്ക് ആവശ്യമുള്ളത് മുഴുവനും നൽകിയവരാണ് അൻസ്വാർ. അന മിനൽ അൻസ്വാർ, ഞാൻ അൻസ്വാറുകളുടെ നായകനാണ്. ഫഅൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മറ അബൂബക്കർ വൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ബിമജ്ലിസിൻ മിൻ മജാലിസിൽ അൻസ്വാർ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹും അൻസ്വാറുകളുടെ ഒരു മജ്ലിസിലൂടെ കടന്നു പോവുകയാണ്. വഹും യബ്കൂൻ, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാല മാ യുബ്കീകും, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഖാലൂ, അവർ പറഞ്ഞു, ദക്കർനാ മജ്ലിസൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്നാ, ഞങ്ങളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സ്ഥാനം ഞങ്ങൾ ഓർക്കുകയായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ സാന്നിധ്യത്തിന്റെ ശ്രേഷ്ഠമായ സന്നിധാനങ്ങളെ ഞങ്ങൾ അറിയുകയും ഓർക്കുകയും ചെയ്യുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങളാണ് അൻസ്വാറുകളുടെ അകത്തളങ്ങളിലും ആത്മാവിലും ആണ്ട് പൂണ്ട് കിടക്കുന്നത്. ഫദഖല അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖ്ബറഹു ബിദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വിവരം പറഞ്ഞു. ഫഖറജ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു, മിമ്പറിൽ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി മിമ്പറിൽ കയറിയതപ്പോഴാണ്. പിന്നീട് ലോകത്തോട് യാത്ര ചോദിച്ചു. അവസാനമായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്ര പാദങ്ങൾ മിമ്പറിന്റെ പടികളിൽ അമരുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിനു വേണ്ടിയാണ്. ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി, അല്ലാഹുവിനെ സ്തുതിച്ചു സ്തുതികീർത്തനങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊസീകും ബിൽ അൻസാർ, അൻസാറുകളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. അവരെന്റെ പ്രിയപ്പെട്ടവരാണ്, അവർക്ക് വേണ്ടത് മുഴുവനും നിങ്ങൾ നൽകണം, നിങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കണം അവരുടെ സൽക്കർമ്മങ്ങളെ. വതജാവസു അൻ മുസീഇഹിം, അവരിൽ നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ സ്വീകരിക്കുകയും അവരിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വന്നുപോയാൽ നിങ്ങൾ വിട്ടുപുറത്തു കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി മിമ്പറിൽ കയറി നടത്തിയ പ്രസംഗത്തിന്റെ പ്രമേയം അൻസാറുകളോടുള്ള കടപ്പാടായിരുന്നു. ആ അൻസാറുകളെ കുറിച്ച് വസിയ്യത്ത് ചെയ്യാനാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറിയതെങ്കിൽ जिन जिन को धाये इश्क का आजार मर गए, अक्सर हमारे साथ के बीमार मर गए. എത്രയോ ആളുകൾ രോഗം കൊണ്ട് മരിച്ചിട്ടുണ്ടാകാം, അതുപോലെ എത്രയോ ആളുകൾ അനുരാഗം കൊണ്ട് മരിച്ചിട്ടുണ്ട്. ആത്മഗതം കൊണ്ട്, ആത്മീയമായി ഇഷ്ടപ്പെടുന്നവരോടുള്ള ബന്ധം കൊണ്ട് ലോകത്തോട് യാത്ര ചോദിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് ജിൻ ജിൻ കോ ധായ ഇഷ്ഖ് കെ ആസാർ മർ ഗയേ, അക്സർ ഹമാരെ സാത്ത് കെ ബീമാർ മർ ഗയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അൻസാറുകളോടുള്ള കടപ്പാടെങ്ങനെയാണ്? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ ഞാൻ മേൽപ്പറഞ്ഞ പരാമർശങ്ങൾ കാണാവുന്നതാണ്. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ജനങ്ങളെല്ലാവരും അധികരിക്കും, എന്റെ അൻസാറുകൾ മാത്രം എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. ഹത്താ യകൂനു കൽ മിൽഹി ഫി തആം,
അവിടുന്ന് ഭക്ഷണത്തിൽ ഉപ്പ് പോലെ വളരെ ന്യൂനപക്ഷമായി അവര് മാറും. എന്റെ അൻസ്വാറുകൾ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അവരുടെ മേലുള്ള അധികാരമോ ഉത്തരവാദിത്വമോ ലഭിച്ചാൽ അവരിൽ നിന്ന് സൽക്കർമ്മങ്ങളെ സ്വീകരിക്കണം. എന്തെങ്കിലും അബദ്ധം വന്നുപോയാൽ വിട്ടുപുറത്തു കൊടുക്കണം. കാരണം അവരെന്റെ എല്ലാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതുല്യമായ ആതിഥ്യമരുളിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരാണ് അൻസ്വാറുകൾ. അവരെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അൻസ്വാറുകളുടെ പ്രകീർത്തനങ്ങൾ പറയുന്നത് നമ്മുടെ സദസ്സിന്റെ മഹത്വത്തിനും അതുപോലെ തന്നെ സദസ്സിന്റെ ആദരവിനുമെല്ലാം നിമിത്തമാകുമെന്ന് വിചാരിച്ച് ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആ മഹാന്മാരായ അൻസ്വാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പ്രിയക്കാർ, ഇഷ്ടക്കാർ. അവരെയാണ് ആദ്യമായി മദീനയിൽ ചെന്നാൽ നമുക്ക് കാണാനുള്ളത്. അവരുടെ ആതിഥ്യം ഇന്നും പഴയ അതേ പെരുമയിൽ തന്നെ തുടർന്നു വരികയാണ്. മക്കയിലോ മറ്റു രാജ്യങ്ങളിലോ കാണാത്ത അത്രയും കലവറയില്ലാത്ത സ്വീകരണവും ആതിഥ്യവുമാണ് മദീന നിവാസികളായ ആളുകൾ. വിശിഷ്യ റമളാൻ മാസങ്ങളിൽ അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച അൻസ്വാറുകളുടെ മക്കൾ നമ്മളുടെ കൈപിടിച്ചു കൊണ്ടുപോയി മസ്ജിദുൻ നബവിയിൽ ഇരുത്തിയിട്ട് സൽക്കരിക്കുന്ന ശോഭനമായ ചിത്രങ്ങളാണ്. ഇനി നമുക്ക് പോകാനുള്ളത് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക്. വിശാലമായ ഒരു വിഷയത്തിന്റെ പരമ്പരയിലെ ചില തലവാചകങ്ങൾ എണ്ണി പറയാനേ നമ്മുടെ ഈ പരമ്പരയ്ക്ക് കഴിയൂ എന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഈ പരമ്പരയിൽ പറയേണ്ടത് പറയാതെ പോകാൻ കഴിയില്ല. വിഷയങ്ങളുടെ ഒരു ലിസ്റ്റ് മാത്രം വായിക്കാനേ ചിലപ്പോഴൊക്കെ കഴിയുന്നുള്ളൂ. ഏതായാലും നമുക്ക് സഞ്ചരിക്കാം. പറയുന്നതിന്റെ ക്രമമല്ല, പറയുന്ന വിഷയത്തിന്റെ വിസ്തൃതിയല്ല. പ്രമേയത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ അവദാനങ്ങളുടെയും ചരിത്ര ശകലങ്ങളുടെയും പാരായണവേദിയായാൽ അതിന് മാഹാത്മ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. നമുക്ക് പോകാം മസ്ജിദുൻ നബവിയിലേക്ക്. ആജ് നഹീ തോ കൽ ഹം മദീനെ ചൽ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകേണ്ടത് മസ്ജിദുൻ നബവിയിലേക്കാണ്. एक लफ्ज़ मोहब्बत का अदना सा फसाना है, सिमटे तो दिले आशिक भले तो जमाना है. അവിടുന്ന് സ്നേഹമെന്ന് പറയുന്ന വികാരത്തിന്റെ ആഴം അത് ആത്മീയമായ തലത്തോട് ചേർത്ത് വായിക്കുന്നുവെങ്കിൽ एक लफ्ज़ मोहब्बत का अदना सा फसाना है, सिमट दो दिले इश्क भले तो जमाना है. കാലങ്ങളെ അതിജയിക്കുവാനുള്ള ആഴവും പരപ്പുമാണ് അനുരാഗത്തിന്റെ വചനത്തിന് പോലുമുള്ളതെങ്കിൽ ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീനയിലെ മസ്ജിദുൻ നബവി അതാണ് തലസ്ഥാനം. ലോകത്തിന്റെ നഗരികളെല്ലാം കെട്ടടങ്ങും. മദീന അതിന്റെ പൊലിമയോടുകൂടി തന്നെ അതിന്റെ മഹനീയമായ ഭാവത്തോടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ആ മദീനയിൽ ലോകത്തിന്റെ മുഴുവനും ഹൃദയം കവർന്നു നിൽക്കുന്ന ആദരണീയമായ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണമാണ് ഹബീബിന്റെ വരിഷ്ഠമായ കരങ്ങളാൽ നിർവഹിക്കപ്പെട്ടത്. ആദ്യമായി അവിടുത്തെ വാഹനം മുട്ടുകുത്തിയ സ്ഥലങ്ങളിൽ സഹലിന്റെയും സുഹൈലിന്റെയും അഥവാ രണ്ട് അനാഥ മക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്ഥലത്ത് ലോകത്തിന്റെ നേതാവ് ശിലാസ്ഥാപനം നടത്തിയ മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയിൽ ഒരാൾ നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് മറ്റുള്ള മസ്ജിദുൽ ഹറാം ഒഴികെയുള്ള പള്ളികളിൽ നിന്നെല്ലാം പവിത്രമാണ്. മസ്ജിദുൻ നബവിയുടെ മേലെ സ്ഥാനമുള്ള ഒരൊറ്റ പള്ളിയേ ഉള്ളൂ. അതേതാണ്? മസ്ജിദുൽ ഹറാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഹബീബായ നബിയേ, ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ, തഖ്വയുടെ മേലെടുക്കപ്പെട്ട പള്ളി എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, അതേത് പള്ളിയാണ് നബിയേ? ലോകൈക ഗുരുവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
കൈകളിൽ വെച്ചിരുന്ന ചരൽക്കല്ലുകൾ താഴേക്കിട്ടിട്ട് പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, മറ്റെവിടെയുമല്ല, മസ്ജിദീ ഹാദാ, ഇതെന്റെ പള്ളിയാണ്. പവിത്രതയിൽ ഉന്നത ശ്രേണിയിലെ 2ാം സ്ഥാനം വഹിക്കുന്ന പള്ളി, പുണ്യസ്ഥലങ്ങളിൽ 1ാം സ്ഥാനം വഹിക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്രമസ്ഥലം, അതിന്റെ ചാരത്തു നിൽക്കുന്ന മസ്ജിദുൻ നബവിയിലേക്ക് ചെല്ലുമ്പോൾ അതാ അവിടെ ഒരാൾ നിസ്കരിച്ചാൽ 1000 റക്അത്തിന്റെ പ്രതിഫലമാണ്. മാത്രമല്ല, ആ പള്ളിയിലെ ഓരോ മുക്കിനും മൂലയ്ക്കും പവിത്രതകളാണ്. ഒന്നാമതായി 40 വഖത്ത് ആരെങ്കിലും ഒരാൾ മസ്ജിദുൻ നബവിയിൽ തുടർച്ചയായി നിസ്കരിച്ചാൽ ബറാഅത്തും മിനൻ നാരി വ ബറാഅത്തും മിനൻ നിഫാഖ്. 40 സമയം തുടർച്ചയായി ഒരാൾ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ, അഥവാ മസ്ജിദുൻ നബവിയിലെ ജമാഅത്തിൽ പങ്കാളിയായി പോയി നിസ്കരിച്ചാൽ അയാൾക്കുള്ള പ്രതിഫലമേതാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ നിസ്കരിച്ചവന് കാപട്യത്തിൽ നിന്നും നരകത്തിൽ നിന്നുമുള്ള മോചനമാണ് എന്ന് ഹബീബ് പഠിപ്പിച്ച വിഷയം വിശദീകരിച്ചിട്ട് പറയുകയാണ്. എന്നാൽ സഹോദരിമാർക്ക് ആ പ്രതിഫലം എവിടെയാണ്? സഹോദരിമാരുടെ നിസ്കാരം ആ പള്ളിയിലാണോ പുണ്യമുള്ളത്, വീട്ടിലാണോ ഉള്ളത്? പലപ്പോഴും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഹജ്ജ് സംഘങ്ങളെ മറ്റെല്ലാ കാര്യങ്ങളിലും പ്രകീർത്തിക്കുന്നവർ ഈ വിഷയത്തിൽ പിന്നോട്ട് തള്ളാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഹബീബ് പറഞ്ഞതല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠമല്ലേ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. അതാ മസ്ജിദുൻ നബവിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി വന്ന് ചോദിക്കുന്ന ഉമ്മു ഹുമൈദിന് സാഇദിയ എന്ന മഹദിയായ സ്വഹാബി വനിതയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പള്ളിയേക്കാൾ, നിന്റെ പള്ളിയേക്കാൾ, നിന്റെ വീടിനേക്കാൾ, നിന്റെ പുറത്തെ മുറിയേക്കാൾ നിന്റെ അരമനയുടെ അകത്തളമാണ് നിനക്ക് പുണ്യമെന്ന് ആ പവിത്രമായ പള്ളിയുടെ പുണ്യം പറഞ്ഞുകൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തരുണീമണികളുടെ നിസ്കാരത്തിന് പവിത്രതയുള്ളത് വീടിന്റെ അകത്തളത്തിലാണ് എന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ട് ആധുനിക പണ്ഡിതന്മാര് തന്നെ എഴുതുന്നു. മുഹമ്മദ് ഇല്യാസ് അബ്ദുൽ ഗനിയുടെ താരീഖുൽ മസ്ജിദ് നബവി ഷരീഫാണ് എന്റെ കയ്യിൽ. അതിന്റെ 15ാം പുറത്ത് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, വതബയ്യന മിൻ ഹാദൽ ഹദീസ് അന്ന സ്വലാത്തൻ നിസാഇ ഫീ ബുയൂതിഹിന്ന ബിൽ മദീനതി അഫ്ളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലും പെണ്ണിന്റെ നിസ്കാരത്തിന് ഏറ്റവും പവിത്രതയുള്ളത് അവളുടെ വീടാണ് എന്നീ ഹദീസിൽ നിന്ന് മനസ്സിലായി. മിൻ സ്വലാത്തിഹിന്ന മഅൽ ജമാഅത്തി ഫിൽ മസ്ജിദിൻ നബവി അശ്ശരീഫ്. പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ മസ്ജിദിന്റെ അകത്തളത്തിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാളും പവിത്രത വീടിന്റെ അകത്തളത്തിലാണ് മദീനയിൽ നിസ്കരിക്കലെന്ന് ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര വചനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പണ്ഡിത ശ്രേഷ്ഠന്മാര് എഴുതി വെക്കുമ്പോൾ പുണ്യം നൽകുന്നവൻ അല്ലാഹുവാണ്, പ്രതിഫലം നൽകേണ്ടവൻ പടച്ചവനാണ്. നമ്മുടെ ഇഷ്ടങ്ങളല്ല പ്രതിഫലത്തിന് പാത്രീഭവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രീതി നേടുമ്പോഴാണ് പ്രതിഫലം ലഭിക്കുന്നത്. അവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളുടെ ഈമാൻ സമ്പൂർണമാവുകയില്ല ഏതുവരെ എന്നറിയുമോ? ഹത്താ യകൂന ഹവാഹു, അവന്റെ ഇഷ്ടവും താൽപര്യവുമാകുന്നത് വരെ,
തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട് അവന്റെ താൽപര്യങ്ങൾ യോജിക്കുന്നതുവരെ ഒരാളുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് പറഞ്ഞ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുരാഗത്തോടെ ഏറ്റെടുക്കുന്ന സ്നേഹലോകമേ, സുന്നത്തുകളെ മാറ്റിവെക്കാൻ പറ്റില്ല. ആവാർ ഗാന ഇഷ്ഖ് കാ പൂച്ചാ ജോ മേ നിശാൻ മശ്തേ ഗുബാർ സബാൻ ലേക്കർ ഉഡാ ദിയാ. അനുരാഗത്തിന്റെ സ്നേഹലോകത്തിൽ നിന്ന് പിടിച്ചടക്കിയ പ്രണയ ചുംബനങ്ങളെ മാറ്റിവെക്കാൻ ഒരു പ്രതിഭാസത്തിനും കഴിയില്ല. സ്നേഹത്തിന്റെ ദലമർമ്മരങ്ങളെയും അനുരാഗത്തിന്റെ ആത്മബന്ധങ്ങളെയും ഹൃദയവികാരത്തിന്റെ ബലിഷ്ഠ ചുംബനങ്ങളെയും ലോകത്തിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിനും മാറ്റിവെക്കാൻ കഴിയില്ല. ആ സ്നേഹാനുരാഗപൂർണമായ മതത്തിന്റെ സംസ്ഥാപനം കൃത്യമായി പ്രയോഗവൽക്കരിച്ച അതുല്യ പ്രതിഭാസമേ, മദീനയിലെ രാജാവ്, ഖൽബിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെയാണ് ഹബീബിനെ അറിയേണ്ടത്. നമ്മുടെ താൽപര്യങ്ങൾ ഹബീബിന്റെ താൽപര്യത്തോട് യോജിക്കണം. ഞെരിയാണിക്കു താഴേക്ക് തുണി ഇറക്കാൻ പാടില്ലെന്നത് ഹബീബിന്റെ താൽപര്യമാണ്. എന്റെ താൽപര്യവും അതിനോട് യോജിക്കുമ്പോൾ ഞാൻ ഈമാനുള്ളവനാണ്. ഔറത്ത് പൂർണ്ണമായും മറയ്ക്കുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കണമെന്നത് ഹബീബിന്റെ നിഷ്ഠയാണ്. അത് പാലിക്കുമ്പോൾ എന്നോട് ഹബീബിന് ഇഷ്ടമാണ്. അതുപോലെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ശരീരമാകമാനം മറച്ച് പരപുരുഷന്മാരോട് ഇടകലരാതെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മേനി തുറക്കാതെ നടക്കലാണ് മദീനയുടെ രാജാവിന് പ്രിയമുള്ളത്. നിന്റെ പ്രിയവും അങ്ങനെയാകണം, നിങ്ങളുടെ താൽപര്യവും അങ്ങനെയാകണം. അപ്പോഴാണ് മദനീ വിചാരം ഒരു വികാരമായി മാറിയിട്ട് ഹൃദയത്തിൽ നിന്നൊരു സ്നേഹത്തിന്റെ ചാല് മദീനയിലേക്ക് പോകുന്നത്. മദീന കാത്തിരിക്കുന്നത് സ്നേഹാനുരാഗത്തിന്റെ കൈനീട്ടങ്ങളെയാണ്. അതിനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളെ പുണരുകയും പ്രേമിക്കുകയും ചെയ്യലാണ്. ആ മസ്ജിദുൻ നബവിയുടെ കമാനങ്ങൾ കാണുമ്പോ തന്നെ വിശ്വാസിയുടെ മനസ്സിൽ വികാരം പതഞ്ഞു പൊങ്ങുകയാണ്. കാലമെത്രയായി നാട്ടിൽ നിന്ന് സ്വപ്നം കണ്ട മസ്ജിദുൻ നബവിയാണ്. കാലമെത്രയായി സ്വപ്നം കണ്ട പച്ചക്കൊബ്ബയുടെ ചാരത്താണുള്ളത് ഗുംബദേ ഖസ്റാ. ആ പച്ചക്കൊബ്ബയോടെ ഗരിമയോടെ നിൽക്കുന്ന മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ഉള്ളിലെ ചില വർത്തമാനങ്ങൾ ഞാൻ ഇവിടെ പറയട്ടെയോ? കേവലം ഒരു പള്ളിയല്ല മസ്ജിദുൻ നബവി എന്ന് പറയുന്നത്. ഹബീബിന്റെ ചാരത്ത് വിരിച്ചിട്ടിരിക്കുന്ന പരവതാനിയാണ്. ലോകൈക ഗുരുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാണ്. ലോക നേതാവിന്റെ കിരീടമണിഞ്ഞു നിൽക്കുന്ന മസ്ജിദാണ്. ആ മസ്ജിദിന്റെ അകത്തളത്തിലേക്ക് ചെല്ലുമ്പോൾ അതിർത്തി നിശ്ചയിച്ച ചില തൂണുകളുണ്ട്. അതിനെല്ലാം പറയാനുള്ളത് ഹബീബിനോടുള്ള ചുംബനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്ഥലത്തൊരു തൂണുണ്ട്. ആ തൂണിന്റെ പേര് ഉസ്തുവാനത്തു ആയിഷ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പ് മടക്കി വെച്ചിരുന്ന സ്ഥലത്തൊരു തൂണുണ്ട്. അതിന്റെ പേര് ഉസ്തുവാനത്തു സരീർ എന്നാണ്. ഹബീബ് കിടന്നുറങ്ങുമ്പോഴും പള്ളിയിൽ നിൽക്കുമ്പോഴും സേവനത്തിനുള്ള ഇഷ്ട സ്വഹാബിമാർ നിൽക്കുന്ന മനോഹരമായ കാവൽക്കാരുടെ തൂണെന്ന് പേരുള്ള ഉസ്തുവാനത്തുൽ ഹരീസ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ലോകത്തിന്റെ ദിക്കുമുക്കുകളിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകളും സംഘങ്ങളുമുണ്ട്. അവരെ സ്വീകരിക്കാൻ ഹബീബിരുന്ന സ്ഥലമാണ് ഉസ്തുവാനത്തുൽ വുഫൂദ്.
വറൂദ്, സംഘങ്ങളെ സ്വീകരിച്ചിരുന്ന സ്ഥലത്തുള്ള തൂണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞപ്പോ സ്വഹാബികൾ വന്നിട്ട് നല്ല വിലപിടിപ്പുള്ള സുഗന്ധം പൂശിയിട്ടുള്ള ഒരു തൂണുണ്ട് മസ്ജിദുൻ നബവിയിൽ. അത് മാത്രമല്ല, ലോകൈക ഗുരുവിന്റെ വിട്ടുവീഴ്ചയുടെ അതുല്യോദാഹരണത്തെ ആവഹിക്കുവാനുള്ള ഒരു സ്ഥലം അവിടെയുണ്ട്. അതാണ് ഉസ്തുവാനത്തു അബീ ലുബാബ. ഉസ്തുവാനത്തു തൗബ എന്നും അതിന് പേരുണ്ട്. തൗബയുടെ തൂണെന്ന്, അബൂലുബാബയുടെ തൂണെന്ന് പേരുള്ള ഒരു തൂൺ അവിടെയുണ്ട്. മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളെയും വഞ്ചനയിലൂടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ജൂത പരിശകൾ ബഅസൂ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അബൂലുബാബത്ത് ബിൻ അബ്ദുൽ മുൻസിറിനെ ഞങ്ങൾക്കൊന്നയച്ചു തരണം. ഫർസലഹു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചു കൊടുത്തപ്പോൾ ഫലമ്മാ റഔഹു ഖാമ ഇലൈഹി الرجال وجهش إليه النساء والصبيان يبكون في وجهه فرق لهم قلبه رضي الله عنه. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂലുബാബ റളിയല്ലാഹു അൻഹുവിനെ പ്രതിനിധിയായി അയക്കാൻ പറഞ്ഞ് പ്രതിനിധിയായി ചെല്ലുമ്പോഴേക്ക് ജൂതന്മാരുടെ ജാടകൾ കണ്ണുനീരുകളായി വന്നു. അവരുടെ സ്ത്രീജനങ്ങളും കുട്ടികളും അതാ മുമ്പിലേക്ക് ചാടി വന്നു. ദീനരോധനങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരോടൊരൽപ്പം ചേർന്നു നിൽക്കാനുള്ള വിചാരം അബൂലുബാബയുടെ മനസ്സിലേക്ക് വരികയാണ്. പിന്നെയാണ് അറിയുന്നത്, എനിക്ക് പറ്റിപ്പോയി അബദ്ധം. ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കുകയായിരുന്നു. ഞാൻ ഇവരോട് അനുതാപം കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ എന്റെ ഹബീബിന്റെ പ്രമേയത്തിനെതിരാണ് ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെയായപ്പോൾ അബൂലുബാബ റളിയല്ലാഹു അൻഹു പോയി. ഹുമ്മൻ തലഖ അബൂലുബാബ, അബൂലുബാബ നേരെ പോയി. വലം യഅതി റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിമുഖീകരിക്കാതെ മസ്ജിദുൻ നബവിയിലെ ഒരു തൂണിൽ പോയി കെട്ടി അവിടെ കിടന്നു അബൂലുബാബ. എന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് വന്നുപോയ അബദ്ധത്തിന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് പൊരുത്തം ലഭിക്കാതെ, വിടുതി ലഭിക്കാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂലുബാബ റളിയല്ലാഹു അൻഹു കിടക്കുമ്പോൾ അതാ ആയത്തിന്റെ ശകലങ്ങൾ ആക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വർ-റസൂല വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. ഓ ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കാൻ പാടില്ല. അവരുടെ അസാന്നിധ്യത്തിൽ അഥവാ പുണ്യനബിയുടെ അസാന്നിധ്യത്തിൽ അവിടുത്തെ ഉടമ്പടികളെ മറന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂക്തമെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂലുബാബ റളിയല്ലാഹു അൻഹു അവിടെ കിടന്നു. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. അല്ലാഹുവേ, എന്റെ അരുതായ്മയ്ക്ക് വിടുതി ചെയ്യാതെ ഞാൻ ഒരിക്കലും ഇവിടം നനങ്ങൂല. അപ്പോഴാണ് അനുതാപത്തിന്റെ മനസ്സിനെയും പശ്ചാത്താപത്തിന്റെ ആത്മവിചാരങ്ങളെയും അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم إن الله غفور رحيم. സൽക്കർമ്മങ്ങളോട് ദുഷ്കർമ്മങ്ങളെ കലർത്തിയവർ, എന്നിട്ടോ അല്ലാഹുവിൽ നിന്ന് പൊറുക്കലിനെ യാചിച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാമെന്നർത്ഥമുള്ള സൂക്തം അവതരിച്ചപ്പോൾ
അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ കെട്ടഴിച്ചു വിടുകയാണ്. ആ കെട്ടഴിച്ചു വിട്ട് അല്ലാഹു തആല തൗബ സ്വീകരിച്ച തൂണാണ് ഉസ്തുവാനത്തു അബീ ലുബാബ. ഈ തൂണുകളെല്ലാം ഉള്ളത് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഞാൻ കിടക്കുന്ന വീടിന്റെയും ഞാൻ ഖുത്ബോദിയ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ ആരാമങ്ങളിൽ നിന്നൊരാരാമമാണ്. ഇന്നും അവിടെ പ്രത്യേകം കാർപ്പറ്റിന്റെ നിറം മാറ്റിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ സാരം ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. മറ്റ് ഇമാമുകളുടെയും വ്യാഖ്യാന പർവങ്ങൾ അവിടെ വായിക്കാനുണ്ട്. എന്താണെന്നല്ലേ, ഒന്നുകിൽ ഇത് നാളെ സ്വർഗത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവിടെ നിസ്കരിക്കാൻ നിയോഗം ലഭിച്ചവർ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇത് സ്വർഗസ്ഥരാകാൻ മാത്രം പ്രതിഫലമുള്ള സ്ഥലമാണ്. അങ്ങനെയെല്ലാമുള്ള വ്യാഖ്യാനങ്ങൾ ശറഹുൽ ഇളാഹ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ആ പരിശുദ്ധമായ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ ആരാമങ്ങളിൽ നിന്നുള്ള ഒരാരാമമാണ് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലെ ഒരിടം. ആ സ്ഥലത്ത് പോയി നിസ്കരിക്കൽ പ്രബലമായി സുന്നത്താണ്. അവിടെ ഇരുന്ന് ദുആ ചെയ്താൽ ഇജാബത്ത് പ്രതീക്ഷയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് പാപമോചനം നടത്തിയാൽ പ്രതീക്ഷയുണ്ട് അല്ലാഹുവിൽ നിന്ന് സ്വീകരിക്കപ്പെടാൻ. കാരണം അനുരാഗത്തിന്റെ ആത്മലീലകളാണ് ഹബീബിനോട് ചേർത്തു വെച്ച സ്ഥലങ്ങളിലെല്ലാം അല്ലാഹു നൽകിയിട്ടുള്ളത്. ദുനിയാ കി ഫിക്ർ ദീൻ കി ബാതേൻ ഖുദാ की याद सब कुछ भला दिया तेरे दो दिन के प्यार ने. दुनिया के फिक्र दीन की बातें खुदा की याद सब कुछ भला दिया तेरे दो दिन के प्यार ने. സ്നേഹവികാരങ്ങളുടെ മഹനീയ സാന്നിധ്യമാണ് മിമ്പറിനെയും മിഹ്റാബിനെയും സ്വർഗീയ ആരാമത്തെയും മസ്ജിദുൻ നബവിയിലെ കമാനങ്ങളെ ആകമാനം അലങ്കരിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ചുംബനം കൊടുത്ത് കിടക്കുന്ന പുണ്യനബി ലോകം മുഴുവനും അവിടത്തേക്ക് കാണിക്കപ്പെടുന്ന കൂട്ടത്തിൽ ഈ സ്നേഹപ്രപഞ്ചവും ഒരു ചെറിയ വെളിച്ചമായി മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിലേക്ക് കാണിക്കപ്പെട്ടാൽ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലം അലൈക യാ ഹബീബല്ലാഹ്. രാത്രിയിൽ ഇവിടെ ഈ സ്നേഹപ്രപഞ്ചത്തെ മാത്രം ഉന്നം വെച്ച് ദിക്കുകൾ താണ്ടിയും സമയം ചെലവഴിച്ചും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മുഹിബ്ബീങ്ങളെയും ആ മദീനയിലെ കണ്ണാടിയിൽ ഒരു പ്രതിബിംബം നൽകിയിട്ട് ലോകത്തിന്റെ നേതാവിന്റെ ദൃഷ്ടിയിൽ സംതൃപ്തിയോടെ കാണുന്നവരിൽ ഒന്നുൾപ്പെടുത്തി തരണേ റഹ്മാനേ. ഞങ്ങളെ ഒന്ന് മദീനയിലേക്ക് അടയാളപ്പെടുത്തി തരണേ റഹ്മാനേ. ആ ഹബീബിന്റെ സ്നേഹാനുരാഗത്തിന്റെ പ്രപഞ്ചത്തിൽ ഒരു ശകലമാകാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനേ. അതാണ് നമ്മുടെ പ്രത്യാശ. എനിക്ക് പറയാൻ ഇവിടെ വിജ്ഞാന ഭാണ്ഡങ്ങളില്ല, ഞാനൊരു അന്വേഷിയാണ്. എനിക്ക് വിശദീകരിക്കാൻ ഇവിടെ വിജ്ഞാന പർവങ്ങളില്ല, ഞാനൊരു വിദ്യാർത്ഥിയാണ്. എനിക്ക് പറയാൻ ഇവിടെ വിവരഭണ്ഡാരങ്ങളില്ല, ഞാൻ വിവരശൂന്യനാണ്. പക്ഷേ എന്റെ ഗീതകത്തിന്റെ രാഗം മുഴുവനും നീളുന്നത് ലോകൈക ഗുരുവിനെ മനസ്സിൽ വന്നിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് അവിടുത്തെയുടെ പാദത്തിനു കീഴിൽ ഒരു മണൽത്തരിയായി മാറിയാൽ
ലോകത്തൊരു ഭരണാധികാരിയാവുന്നതിനേക്കാൾ വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ കാൽ ധരിച്ചിരിക്കുന്ന നഅ്ലേ മുബാറക്കിന്റെ അടിയിൽ പതിഞ്ഞിരിക്കുന്ന മണൽ തരികളിൽ ഒന്നാകാൻ നിയോഗം ലഭിച്ചിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവി അവിടുത്തെയുടെ വളരെ പ്രധാനമുള്ള മറ്റൊരു സ്ഥലമാണ്. ഒരു ഉയർന്ന തിണ്ണ അവിടെ കാണാം. അവരാരാണ് അവിടെ ഇരിക്കുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരിക്കുന്ന ആളുകളാണ്, അഹ്ലുസ്സുഫയുടെ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീനയിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ശകലമേറ്റെടുക്കാനും ലോകത്തിന് മുഴുവനും ആവശ്യമുള്ളത് നൽകാനുമുള്ള ആളുകളാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനതൽ ഹയാത്തിദ് ദുനിയാ വലാ تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഖുർആൻ പ്രകീർത്തിച്ച പാവപ്പെട്ടവരായ ആളുകൾ അവരാണ് അഹ്ലുസ്സുഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലെ മുതഅല്ലിമുകളാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെയുള്ള പാവപ്പെട്ട സ്വഹാബികൾ തമ്പടിച്ചുകൂടുന്ന മസ്ജിദുൻ നബവിയിൽ അഹ്ലുസ്സുഫ, അഹ്ലുസ്സുഫയോട് ചേർന്ന് നിൽക്കൽ പുണ്യമുള്ള സ്ഥലമാണ്. ഇനി ഹബീബിന്റെ അനുയായികളിരിക്കുന്ന അഹ്ലുസ്സുഫയുടെയും ഹബീബ് വിശ്രമിക്കുന്ന ഹുജറത്തു ശരീഫയുടെയും ഇടയിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് അംറുഹും ശൂറാ ബൈനഹും. നബിതങ്ങളുടെ മുശാവറ നടന്ന സ്ഥലമാണ്. സ്വഹാബത്തിനോട് കാര്യങ്ങൾ ആലോചിക്കുന്ന സ്ഥലമാണ്. കാര്യങ്ങൾ കൂടി ആലോചിക്കണമെന്ന് ഹബീബിനോട് കൽപ്പനയുണ്ട്. തീരുമാനം അല്ലാഹുവിൻ്റെതാണെങ്കിലും വ്യവസ്ഥിതി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഹബീബ് അത് ലോകത്തിന് പകർന്നു കൊടുക്കണം. അതിനു വേണ്ടിയുള്ള അംറുഹും ശൂറാ ബൈനഹും എന്ന തിണ്ണയുണ്ട്. മാത്രമല്ല, ഇനി എല്ലാത്തിലും ഉപരിയായി മസ്ജിദുൻ നബവിയുടെ ചാരത്തോട് ചേർന്ന പള്ളിയുടെ ഭാഗം പോലെ കിടക്കുന്ന ഹുജറത്തു ശരീഫയുടെ അകത്തളത്തിൽ അതാ കിടക്കുന്നു അക്ഹലുൽ ഐനൈൻ അസജ്ജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം സലാം പറയുന്നതിന് അഭിമുഖമായി കിടക്കുന്നുണ്ട്. ഒരു ഇമാമിന്റെ പിന്നിൽ മഅ്മൂം നിൽക്കും പോലെ ഖബർ കുഴിക്കുമ്പോ തന്നെ മഅ്മൂമിനെ പോലെ കുഴിപ്പിച്ചിട്ട് കിടക്കുന്നയാളാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെ നടുവിരലും അടുത്ത ചെറുവിരലും അടുത്ത കുഞ്ഞുവിരലും കിടക്കും പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറും ഇമാമീങ്ങളാകുന്ന ബഹുമാനപ്പെട്ട സാഹിബൈനിയുടെ ഖബറുമുള്ളത്. കാരണം ഖബറിൽ കിടക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഅ്മൂമിനെ പോലെ മാത്രമേ കിടക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധമാണ് സ്വഹാബികൾക്കുള്ളത്. ആ ആദരവിന്റെ കിടത്തമാണ് നബിയുൻ അളീമുൻ ഖുലുഖുൽ ഖുലുഖുൽ ലദീ ലഹു അല്ലമ റഹ്മാനു ഫീ അഅ്ലമിൽ കുതുബി. അവിടെ കിടക്കുന്ന നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തിൽ പോയി ഒരു സലാം പറയാൻ ആശയില്ലാത്തവരില്ല. ഹബീബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ നവാകിസിൽ അദ്ഖാനി പിരടി താഴ്ത്തിയിട്ടേ നിൽക്കാൻ പാടുള്ളൂ. കഅന്നഹു ഫിൽ ഖബരി ഹയ്യുൻ നാതിഖൂ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നിരുന്ന് സംസാരിക്കുമ്പോഴെങ്ങനാണോ നിൽക്കേണ്ടത്, അതുപോലെയാണ് ഖബർ ഷരീഫിന്റെ ഉള്ളിൽ അവിടുന്ന് ജീവനോടെ കിടന്നിട്ട് വരുന്നവരെ തിരിച്ചറിയുകയും സലാം പറയുന്നവർക്ക് മടക്കുകയും ചെയ്യുന്ന നേതാവാണ്. അതുകൊണ്ട് ആ ഹബീബിന്റെ അടുക്കൽ ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോ സ്നേഹത്തോടെ ആദരവ് സമ്മിശ്രമായിട്ടേ പോകാൻ പാടുള്ളൂ. സുൻതേ ഹേ കെ ഇഷ്ഖ് നാം കെ ഗുസറേ ഹേ എക് ബസ്റുഗ് ഹം ലോഗ് ഭി ഫഖീർ ഇസ് സിൽസിലേ കെ ഹേ. എല്ലാ ദർവേശികളെയും സൂഫിമാരെയും ആത്മജ്ഞാനികളെയും ആത്മീയ ഗുരുക്കളെയും പിടിച്ചുലച്ച സ്നേഹമെന്ന വികാരമാണ് ഹബീബിന്റെ മുമ്പിലെ ഏറ്റവും ഉന്നതമായ സമ്മാനം. അതുകൊണ്ട് ആ ഹബീബിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. ഒരുപാട് തവണ അവിടുത്തെയുടെ മുമ്പിൽ പോയി സലാം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ അവിടെ ഒന്ന് ഒരിക്കലെങ്കിലും പോകാൻ യോഗം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹുവേ, ഈ മജ്ലിസിന്റെ കാരണമായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ പോയി ഒരു തവണയെങ്കിലും അവിടുത്തെ മുവാജഹത്തിൽ നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഭാഗ്യം തരണേ റഹ്മാനേ. ഞങ്ങളെ നിരാശരാക്കല്ലേ റഹ്മാനേ. ഒരുപാട് തവണ ആ ഹബീബിന്റെ മുമ്പിൽ പോയി സലാം പറയാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നിങ്ങൾ മദീനത്തേക്ക് ചെന്നാൽ അവിടെ പുണ്യമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം പോകണം. മസ്ജിദുൻ നബവിയിൽ മാത്രമല്ല, അതിന്റെ പരിസരത്ത് വേറെയും പള്ളികളുണ്ട്. പള്ളികളിൽ മാത്രമല്ല, വേറെയും പുണ്യസ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം പോകണമെന്ന് ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുമ്പോൾ ഇതെങ്ങോട്ടെങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് എണ്ണിപ്പറഞ്ഞങ്ങ് പോകാം. 4 ഖലീഫമാരുടെയും പേരിൽ പള്ളിയുണ്ട് മദീനയിൽ. മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്, മസ്ജിദ് ഉമർ ബിൻ ഖത്താബ്, മസ്ജിദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, മസ്ജിദ് അലി ബിൻ അബി ത്വാലിബ്. ഒന്നുകിൽ സ്വഹാബികളുടെ വീടാണ്, അല്ലെങ്കിൽ ഹബീബ് അവിടെ പോയി നിസ്കരിച്ചതാണ്. മസ്ജിദ് ബിലാൽ ബിൻ റബാഹ്, അവിടുത്തെ സൂഖ് ബിലാലിൽ കാണുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട് അവിടെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലവും അവിടെയുണ്ടെന്ന് താരീഖു മആലിമിൽ മദീന. പിന്നീട് കാണുന്നതാണ് മസ്ജിദ് അബീ ദർ അൽ ഗിഫാരി. മാർക്കറ്റിംഗ് ഇടപാടുമായി നടന്നു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം അവിടെയാണ് അബൂ ദർ അൽ ഗിഫാരി തങ്ങളുടെ പള്ളിയുള്ളത്. പിന്നെ അങ്ങോട്ട് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ തേടിയപ്പോൾ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ട് പെയ്തിറങ്ങിയ സ്ഥലം അതാണ് മസ്ജിദുൽ ഗമാമ. മഴ പെയ്ത കാർമേഘപ്പള്ളി എന്ന് പറയാവുന്ന വിധത്തിൽ ഹബീബ് മഴ ചോദിച്ചപ്പോൾ കിട്ടിയ സ്ഥലത്തുള്ള പള്ളി. അടുത്ത ഒരു പള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോഴേക്ക് ഉത്തരം നേരിട്ടു ലഭിച്ച സ്ഥലം അവിടെയുള്ള പള്ളിയാണ് മസ്ജിദുൽ ഇജാബ. ഇനി അങ്ങോട്ട് പോയാൽ വേറൊരു പള്ളി അവിടെയുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ താരീഖുൽ ഇമാം ബുഖാരിയോ സഹീഹുൽ ബുഖാരിയോ എഴുതിയെന്ന ചരിത്രം പറയുന്ന ഇമാം ബുഖാരി തങ്ങൾ ഇരുന്നു കൊണ്ട് രചന നടത്തിയ സ്ഥലത്തെ പള്ളി. കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ഖന്ദഖ് കിടങ്ങ് കീറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വളരെ വല്ലാതെ വിഷമിച്ചു പോയി. അവിടെ ഇരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തു ചെയ്യണമെന്നറിയില്ല.
പേർഷ്യൻ സമരമുറപ്രകാരം സൽമാനുൽ ഫാരിസി തങ്ങളുടെ നിർദ്ദേശത്തോടെ കിടങ്ങ് കുഴിച്ചിട്ട് കാത്തിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിരുന്നു കൊണ്ട് മറുപടിയൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തുന്നു, സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. യൗമുൽ ഇസ്നൈൻ, യൗമുൽ സുലാസാ വ യൗമുൽ അർബിആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അവിടെ കഴിഞ്ഞുകൂടി. ഫസ്തുജീബ ലഹു യൗമൽ യൗമൽ അർബിആ ബഅദ സ്വലാത്തൈൻ. ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം കിട്ടി. അല്ലാഹുമ്മ ലക്കൽ ഹംദു ഹദൈതനീ മിനൽ ളലാല. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ദീർഘമായ പ്രാർത്ഥനയുണ്ട്. പടച്ചവനെ, നീ നൽകിയവർക്ക് കൊടുക്കാൻ, നീ നൽകിയവർക്ക് തടയാൻ ആരുമില്ല. ലാ മുഇസ്സ ലിമൻ അസ്ലൽത വലാ മുദില്ല ലിമൻ അഅ്സൽത വലാ നാസിറ ലിമൻ ഖദൽത വലാ മുഅ്തിയ ലിമൻ മനഅത വലാ മാനിഅ ലിമാ അഅതൈത വലാ റാസിഖ ലിമൻ ഹറംത വലാ ഹാരിമ ലിമൻ റസഖത വലാ റാഫിഅ ലിമൻ ഖഫൽത വലാ ഖാഫിള ലിമൻ റഫഅത വലാ ഖാരിഖ لمن سترت ولا ساتر لمن خرقت ولا مقرب لمن باعدت ولا مباعد لمن قربت لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرضين ورب العرش الكريم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ അങ്ങ് നടത്തിയപ്പോൾ വിജയം വരികയാണ്. അടിച്ചു പാറ്റിയ കാറ്റും ബഹളവും വന്നുകൊണ്ട് അന്തരീക്ഷം മുഴുവനും ഇളകിമറിഞ്ഞ് മുസ്ലിം സമുദായത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്ന ശത്രുക്കൾ മുഴുവനും പരാജയപ്പെട്ട സ്ഥലത്തുള്ള പള്ളി ഹബീബ് ദുആ ചെയ്ത പള്ളിയാണ്. ആ പള്ളി അടക്കമുള്ള 6 പള്ളികൾ അവിടെയുണ്ട്. മസാജിദുൽ ഫത്ഹ് എന്നറിയപ്പെടുന്ന 6 പള്ളികൾ ഉണ്ട്. അതിൽ ഒന്ന് മസ്ജിദുൽ ഫത്ഹാണ്, ഒന്ന് മസ്ജിദ് സൽമാനുൽ ഫാരിസിയാണ്, ഒന്ന് മസ്ജിദ് അബൂബക്കറിന് സിദ്ദീഖാണ്, മറ്റൊന്ന് മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബാണ്, മറ്റൊന്ന് മസ്ജിദ് അലി ഇബ്നു അബീ ത്വാലിബാണ്. ഇങ്ങനെ 6 മസ്ജിദ് ഫാത്തിമത്ത് സഹ്റാഉമുണ്ട് അവിടെ. അങ്ങനെ 6 പള്ളികൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം. പക്ഷേ എന്തു പറയണമെന്നറിയില്ല. ചരിത്ര സംരക്ഷണത്തിന് ഗൗരവമില്ലാത്ത സൗദി ഗവൺമെന്റ് ഇന്ന് അവിടെ വലിയൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പള്ളികളെല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുമില്ല. മസ്ജിദുൽ ഫത്ഹ് തന്നെ അതിൽ നിന്ന് പുറത്താണ്. അങ്ങനെ ഒരു പള്ളി അവിടെ ഉണ്ടാക്കി. മഹാന്മാരായ ആളുകൾ ആ പള്ളിയിൽ പോയി നിസ്കരിച്ച് ബറക്കത്തെടുത്തിരുന്നു. അവിടെ പോകണമെന്ന് ഹജ്ജിന്റെ ഗ്രന്ഥം എഴുതിയ എല്ലാ ഇമാമീങ്ങളും മദീന സന്ദർശനത്തിന്റെ അദബുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞ സ്ഥലമാണ്. ഇനിയും വരാം. മസ്ജിദുകൾ എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമപ്പെണ്ണിനോടൊപ്പം ജീവിച്ചിരുന്ന സ്ഥലം. അവിടുന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരാണ് റളിയല്ലാഹു അൻഹാ. മഹദിയോടൊപ്പം ജീവിച്ചിരുന്ന സ്ഥലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹീം ജനിച്ച സ്ഥലമാണ്. അവിടെ 4 കെട്ട് മതിൽ കെട്ടി വേർതിരിച്ചിരിക്കുന്നത് ഇന്നും കാണാവുന്നതാണ്. അവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത ഒരു സ്ഥലം. മറ്റൊരു സ്ഥലം മസ്ജിദ് ബനി ലഫർ മിനൽ ഔസ് ഔ മസ്ജിദുൽ ബഗ്ല ഔ മസ്ജിദുൽ ബാഇദ എന്ന് വ്യത്യസ്ത പേരുള്ള സ്ഥലമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളിയിലെ ഒരു കല്ലിന്റെ പുറത്ത് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് തേടി അവിടേക്ക് പോകാറുണ്ടെന്ന് ഇബ്നു ജുബൈർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, പിന്നെയും വളരെ മർമ്മപ്രധാനമായ ഒരു സ്ഥലമുണ്ട് മദീനയിൽ. എവിടെയാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട അസദുൽ ഇലാഹ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഉദ്ധരിക്കുന്ന ഉദ്ധരണികൾ സൗദി ഗവൺമെന്റ് അംഗീകരിച്ച ഔദ്യോഗിക ഗ്രന്ഥത്തിൽ നിന്നാണ്. അതിൽ കാണാം ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനോട് ചേർന്നുകൊണ്ട് തന്നെ പള്ളിയും ഉയർന്ന ഒരു കെട്ടുമുണ്ടായിരുന്നു. കണ്ടില്ലേ? വഅലൈഹി താബൂത്തുൻ വഅലൈഹി സൗബും മിൻ ഹരീർ മിൻ ഖലീഇ കിസ്വത്തിൽ ലരി അന്നബവി ثم زاد فيه الاشرف قائتباي زيادة أدخل فيها من الجانب الغربي. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ പ്രിയപ്പെട്ട ഹംസത്തുൽ കറാർ തങ്ങളുടെ ഖബറിനോട് ചേർന്ന് വജഅലത് അലൈഹി ഖുബ്ബതൻ മുത്ഖിനതൻ, അവിടുന്ന് അതാ ഉമ്മുൽ ഖലീഫ അന്നാസിറു ലിദീനില്ലാഹ് എന്ന ഖലീഫയുടെ ഉമ്മ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനോട് ചേർന്നൊരു ഖുബ്ബയുണ്ടാക്കി. എന്നിട്ടോ അതിന് നല്ല ഇരുമ്പിന്റെ വാതിൽ ഫിറ്റ് ചെയ്തു. ഖബർ നല്ലതുപോലെ ഉയർത്തിക്കെട്ടി. അവിടെ ഒരു പെട്ടിയും വെച്ചിരുന്നു. അതിന്റെ മേലെ നല്ല പട്ടുതുണി കൊണ്ട് മൂടിയിരുന്നു. അത് വേറെ വിടുന്നുമല്ല, മസ്ജിദുൻ നബവിയിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ശരീഫയിൽ നിന്ന് മാറ്റം ചെയ്യുന്ന തുണിയാണ് അവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചിരുന്നത്. അവസാനം ഈ മഖബറ ഖുബ്ബയുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ പിൽക്കാലത്തതാ ഒരു വെള്ളപ്പൊക്കം വന്ന് ഒലിച്ചു മാറിയപ്പോൾ ഫനുഖില ജിസ്മു സയ്യിദിശ് ശുഹദാ, ബഹുമാനപ്പെട്ട സയ്യിദുശ് ശുഹദാ ഹംസത്തുൽ കറാർ തങ്ങളുടെ ശരീരം ആ പൊളിഞ്ഞുപോയ ഖബറിൽ നിന്ന് എടുത്തു മാറ്റി. വബിനു ഉഖ്തിഹി, സഹോദരിയുടെ പുത്രനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളുടെ മഖബറ ശരീരവും ഇലൽ മൗളിഇൽ ഹാലി, ഇപ്പോഴെവിടെയാണോ അവരുടെ ഖബറുള്ളത് അവിടേക്ക് മാറ്റിക്കിടത്തിയതാണ്. വദാലിക, ഈ സംഭവമുണ്ടായത് 46 കൊല്ലം അവിടുന്ന് ഉഹദ് യുദ്ധം കഴിഞ്ഞ് 46 കൊല്ലം കഴിഞ്ഞ് മർവാൻ ഇബ്നു ഹക്കം മദീന മുനവ്വറയുടെ അമീറായിരുന്നപ്പോഴാണ് അതാ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ തങ്ങളുടെയും അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളുടെയും ശരീരം ആ ഖബറിന്റെ അടുക്കൽ വെള്ളം കേറിയപ്പോൾ അത് തുറന്നു മാറ്റിയിട്ട് ശരീരം എടുത്തുകൊണ്ടുവന്ന് ഉഹദ് മലയുടെ താഴ്വരയിൽ ഇന്ന് കിടക്കുന്ന സ്ഥലത്ത് ഖബറടക്കി. ഒരു പൊടി പോലും പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ ഉദ്ധരിച്ചത് സൗദി ഗവൺമെന്റിന്റെ സമ്മതത്തോടുകൂടി പ്രസിദ്ധീകരിച്ച താരീഖു മആലിമിൽ മദീന അൽ മുനവ്വറ എന്ന ഗ്രന്ഥത്തിന്റെ 186-ാമത്തെ പേജിൽ നിന്നാണ്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഒരു പൊടി പോലും പറ്റാതെ മാറ്റിയെടുത്ത് കിടത്തി ഖബറടക്കാൻ മാത്രം മഹാന്മാരുടെ ശരീരമുണ്ടെങ്കിൽ അവരുടെ മുഴുവനും നേതാവ്, ലോകത്തിന്റെ മുഴുവനും രാജാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? യുക്തിവാദത്തിന്റെ ഉപാസന നടത്തിയിട്ട് ഇഷ്ടവാദങ്ങളെ ഠാവട്ടത്തിൽ എഴുതുന്ന ആധുനിക എഴുത്തുകാരെ, ആത്മീയ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടാനുള്ള നിയോഗമില്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളെങ്കിലും വായിച്ചു നോക്കുമ്പോഴാണ് ഇമാമീങ്ങളെ മുഴുവനും നമുക്ക് അറിയാൻ കഴിയുന്നത്.
मेरे सलीके से मेरी नबी मोहब्बत में तमाम उम्र में नाकामियों से काम लिया. ആകെയുള്ളത് ഈ സ്നേഹോഷ്മളമായ ചുംബനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മീയ ഊർജമാണ്. അതിലൂടെയാണ് എന്റെ ജീവിതം മുഴുവനും മുന്നോട്ട് ഗമിക്കുന്നത്, എന്റെ പ്രയാണം സുതാര്യമായി നടക്കുന്നത്. ഈ ഒരു സ്നേഹത്തിന്റെ പ്രപഞ്ചത്തിലെ ശീലുകൾ ഹൃദയത്തിലേക്ക് പതിയുമ്പോഴാണ് ആ ലോകത്തിന്റെ നേതാവിനെ ജീവന് തുല്യം സ്നേഹിച്ച ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ തിരുശരീരത്തിനൊരു പൊടി പോലും പറ്റാതെ ഇപ്പോഴും മദീനയിൽ വിശ്രമിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കുലുക്കിയ വിയോഗമാണ് സ്വന്തം ഭർത്താവ്, സ്വന്തം മകൻ, സ്വന്തം പിതാവ്, സ്വന്തം സഹോദരൻ, അങ്ങനെ കടപ്പാടുള്ള മുഴുവൻ ആളുകളും വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി അൻസ്വാരി സഹോദരി പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്. തങ്ങൾ ശേഷിച്ചിരിക്കെ മറ്റൊരു വിപത്തും വിപത്തല്ല നബിയേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാള് വന്നിട്ട് പറയുന്നു, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഷഹീദായിപ്പോയി. ഉടനെ സ്വന്തം ഭർത്താവോ, സ്വന്തം മകനോ, സ്വന്തം സഹോദരനോ, സ്വന്തം പിതാവോ മരിച്ചിട്ട് കരയാത്ത സഹോദരി ഒരൊറ്റ കരച്ചിലാണ്. എന്താണ് സഹോദരി കരയുന്നതെന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടി മറ്റൊന്നുമല്ല, അല്ലയോ എന്റെ ആരുമായതുകൊണ്ടല്ല. ഹംസ റളിയല്ലാഹു അൻഹു അൻഹുവിന്റെ വിയോഗം ഹബീബിനെ വേദനിപ്പിച്ചതുപോലെ വേറൊരാളുടെ വിയോഗവും ഹബീബിനെ വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കരയുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് സ്നേഹം അധികമായതുകൊണ്ടല്ല, എന്റെ ഹബീബിന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗം വേദന വരുത്തിയതുകൊണ്ടാണ്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉഹദ് യുദ്ധത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ പറയാം. ഏതായാലും ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തിരുശരീരം ഉൾക്കൊള്ളുന്ന സ്ഥലത്തൊരു പള്ളിയുണ്ടായിരുന്നു. വഖദ് ബനത്തിദ് ദൗലത്തുൽ ഉസ്മാനിയ മസ്ജിദൻ ജമീലൻ അലൽ മൗദിഇൽ ഹാലിലിൽ ഖബരി. പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പുതിയ സ്ഥലത്തേക്ക് സ്ഥാപിച്ചപ്പോ അവിടെയും ഉസ്മാനിയ ഖിലാഫത്തിന്റെ ആളുകൾ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ചില ആളുകൾ അതിനോട് വേണ്ടതുപോലെ സമീപിക്കാത്തതിന്റെ പേരിൽ പിന്നീട് അത് പൊളിച്ചു കളഞ്ഞതാണ്. അലാ ഹദ്മിൽ മസ്ജിദി വ തസ്വിയത്തി ജിദാരി ബിൽ അർളി والعمل على بناء مسجد آخر في غير هذا الموضع. എന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് പള്ളി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്നത് തുറസ്സായ ഒരു സ്ഥലത്ത് ഉയർത്തിക്കെട്ടിയ മതിൽക്കെട്ടിന്റെ നടുവിലാണ്. അവിടെയാണ് മൂന്ന് മഹാന്മാരുടെ തിരുശരീരം വിശ്രമിക്കുന്നത്. പാതിരാത്രിയുടെ പഴുതിൽ നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ ചെന്നാലും അൻസ്വാരി കുട്ടികൾ, ഓമന മക്കൾ അവിടെ നിൽക്കുന്നുണ്ടാകും, കൈ പിടിച്ചുകൊണ്ടുപോയിട്ട് സലാം പറഞ്ഞു തരാൻ. എന്റെ ശബ്ദം മദീനയിൽ ഇരുന്ന് കേൾക്കുന്ന സഹോദരങ്ങളുണ്ടാകും. രാത്രി സമയങ്ങളിൽ അവിടെ സിയാറത്തിന് പോകുന്നവരുണ്ടാകും. ഞങ്ങളുടെ ഈ സദസ്സിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് പറയട്ടെ, രാത്രിയിൽ 1 മണിക്കോ 2 മണിക്കോ മസ്ജിദുൻ നബവിയിൽ നിന്ന് തറാവീഹ് കഴിഞ്ഞ് ഞങ്ങൾ കുറെ ആളുകൾ സിയാറത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അതാ അൻസ്വാരികളായ കൊച്ചുമക്കൾ ഓടിവന്ന് ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് ആ ഖബറു ശരീഫിന് അഭിമുഖമായി നിർത്തിയിട്ട് പറഞ്ഞു, പറയൂ സലാം, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, അസ്സലാമു അലൈക്കും യാ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്.
തുടങ്ങിയിട്ടതാ 3 പേരുടെയും പേര് പറഞ്ഞിട്ട് സലാം പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു 1 റിയാൽ തരണമെന്ന്. 1 അല്ല 10 കൊടുത്താലും സന്തോഷമേ ഉള്ളൂ. അവിടെ കിടക്കുന്ന മഹാന്മാരുടെ പിൻഗാമികളാണ്, അൻസ്വാരികളുടെ മക്കളാണ്, പരിചയപ്പെടുത്തി തരാൻ വന്ന വഴികാട്ടികളാണ്. അല്ലാഹു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ദീനിന് വേണ്ടി നിലകൊള്ളാനുള്ള ഈമാൻ അല്ലാഹു നമുക്ക് മുഴുവനും നൽകട്ടെ.